നമസ്കാരം, വെൽക്കം ടു ലവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിത്ത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നാൽപ്പാമരാതി എണ്ണ എന്താണ്, നാൽപ്പാമരാതി തൈലം എന്താണ്, അതായത് നാൽപ്പാമരാതി കേര തൈലം എന്ന് വെച്ചാൽ എന്താണ്, നാൽപ്പാമരാതി തൈലം എന്ന് വെച്ചാൽ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ നാൽപ്പാമരാതി തൈലം അത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അത് തേക്കുന്നതുകൊണ്ട് സ്കിന്നിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഇതെന്താണ്, ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, എന്താണ് ഇതിന് ഇത്ര മഞ്ഞ കളറ്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തേത്. നാൽപ്പാമരാതി തൈലം അഥവാ നാൽപ്പാമരാതി കേരം, ഇതിൽ ചേർക്കുന്ന മെഡിസിൻസ് ആദ്യം പറയാം. ഇതിൽ ചേർക്കുന്ന കാര്യങ്ങൾ: നാൽപ്പാമരാതി തൊലി, അതായത് ഫൈക്കസ് ഗ്രൂപ്പിൽപ്പെട്ട 4 മരങ്ങളുണ്ട്, അത്തി, ഇത്തി, അരയാൽ, പേരാൽ, ഇവ 4ന്റെ തൊലിയും, ത്രിഫലാത്തോട്, ത്രിഫല എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, എന്താണ്, ഹരിതക്കി, വിബീതക്കി, ആമലക്കി, കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇവയുടെ തോലും, പിന്നെ ചന്ദനം, സെന്റാലം, ആൽബം, ഓക്കെ, നമ്മളെ ശ്വേത ചന്ദനം, വൈറ്റ് കളറുള്ള ചന്ദന, പിന്നെ ഉഷീര എന്ന് വെച്ചാൽ രാമച്ചം, വെറ്റിവേറ സിസിനോയിഡ്സ് എന്ന് ബൊട്ടാണിക്കൽ നെയിം പറയും, പിന്നെ കൊട്ടം എന്ന് വെച്ചാൽ കുഷ്ട, സാൻസ്ക്രിറ്റിൽ കുഷ്ട എന്ന് പറയാണ്, നമ്മുടെ കുഷ്ടം ചെറിയല്ല, ഒരു ചെടിയാണ് കുഷ്ട, അതിന്റെ സാൻസ്ക്രിറ്റ് പേര്, അതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് വെച്ചാൽ സസൂരിയ ലാപ്പ, പിന്നെ അഖിൽ എന്ന് വെച്ചാൽ അതിന് മലയാളത്തിലും സംസ്കൃതത്തിൽ അഖിൽ, അക്വലേറിയ അഗോലാച്ച എന്ന് ബൊട്ടാണിക്കൽ നെയിം. അപ്പോൾ ഇത്രയും മരുന്ന്, പിന്നെ പൂവത്തെന്ന് പറഞ്ഞ ഒരു മരുന്ന് കൂടിയുണ്ട്, പിന്നെ കച്ചൂര എന്ന് സാൻസ്ക്രിറ്റിൽ, കച്ചൂര എന്ന് മലയാളത്തിൽ പറയും. ഇത്രയും മെഡിസിൻസിന്റെ കൽക്കം ഉണ്ടാക്കും. കൽക്കം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു എന്താണ് കൽക്കം, അത് തന്നെ. ഓക്കെ, ഗ്രൈൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു പേസ്റ്റ് രൂപത്തിൽ, ഓക്കെ, അതില് നമ്മൾ പിന്നെ പച്ചമഞ്ഞളും വെച്ചാൽ ഹരിദ്ര, കുർക്കുമ, ലോങ്ങ, പിന്നെ പർപ്പട വെച്ചാൽ പർപ്പടക പുല്ല്, അതാണ്. ഇത്രയും വസ്തുക്കൾ ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരും ചേർത്ത് ഇവ എണ്ണയിലേക്ക് ചേർത്തിട്ട് കാച്ചിയെടുക്കുന്നതാണ് ഈ നാൽപ്പാമരാതി തൈലം എന്ന് വെച്ചാൽ. ഇതാണ് നാൽപ്പാമരാതി എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിൽ ചേർക്കുന്ന ഔഷധങ്ങൾ. പിന്നെ രണ്ടാമത് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ആണ്, നാൽപ്പാമരാതി കേര തൈലവും നാൽപ്പാമരാതി തൈലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നാൽപ്പാമരാതി കേര എന്ന് വെച്ചാല് നമ്മൾ ഇത്രയും മെഡിസിൻസ് ഇടിച്ചു പിഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ, അതായത് കോക്കനട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കുമ്പോൾ അതിന് നാൽപ്പാമരാതി കേരം എന്ന് പറയും. മറിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് തൈലം, അതായത് ജിഞ്ചില്ലി ഓയിൽ, എള്ളെണ്ണയിലാണെങ്കിൽ അത് നാൽപ്പാമരാതി തൈലമായിരിക്കും. ഇത് രണ്ടാണ് നാൽപ്പാമരാതി കേരവും നാൽപ്പാമരാതി തൈലവും തമ്മിലുള്ള വ്യത്യാസം, ഉപയോഗിക്കുന്ന എണ്ണകളിലെ വ്യത്യാസം. ഒന്ന് കോക്കനട്ട് ഓയിലാണ്, മറ്റേത് എള്ളെണ്ണയാണ്. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഓക്കെ, പിന്നെ ഉള്ള എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇത് തേക്കുന്നത് നല്ലതാണോ, ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകൾ, അതായത് ഫൈക്കസ് ഗ്രൂപ്പിൽപ്പെട്ട അത്തി, അരയാൽ, വെച്ചാൽ നാൽപ്പാമരാതിയും, പിന്നെ ത്രിഫലയും, മഞ്ഞളും, പർപ്പടകവും, ചന്ദനവും എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ ഗുണം, അതായത് ചൊറി, ചിരങ്ങ്, സ്കേബീസ്, സ്കിൻ ഡിസീസസ്, അലർജിക് റാഷസ്, ഇങ്ങനെയുള്ള ഒരുപാട് സ്കിൻ ഡിസീസിന് യൂസ് ചെയ്ത് വരുന്ന എന്താണ് ഔഷധങ്ങളാണ്, ഡ്രഗ്സ് ആണ് ഇതൊക്കെ. ഇതിൽ ആന്റി ഓക്സിഡൻസും ടാനിൻസും അതുപോലുള്ള ഒരുപാട് ഫൈറ്റോ കെമിക്കൽസ്, നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യുന്ന ഒരുപാട് ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗുണം നമുക്ക് എന്തായാലും കിട്ടും. അപ്പൊ സഹസ്രയോഗത്തിൽ പറയുന്ന വെച്ചാൽ ചൊറി, ചിരങ്ങ്, വിസർപ്പം, അങ്ങനെയുള്ള ഒരുപാട് സ്കിൻ ഡിസീസിന് നമുക്ക് നാൽപ്പാമരാതി തൈലം അഥവാ നാൽപ്പാമരാതി കേരം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പാടുകൾ മാറാനും പിന്നെ സ്കിന്നിനുണ്ടാവുന്ന വിവിധ തരത്തിലുള്ള അലർജിക് റാഷസും ചൊറിയും ചിരങ്ങും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല സ്കിന്നിന്റെ ടെക്സ്ചർ, അതായത് സ്കിന്നിന്റെ ലസ്റ്റർ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ സൂര്യാഘാതം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും സ്കിന്നിന് പല വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി സ്കിന്നിന്റെ സ്വാഭാവിക നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നാൽപ്പാമരാതി തൈലം അഥവാ നാൽപ്പാമരാതി കേരം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പോ രണ്ടാമത്തെ സംശയം മാറി. മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, നാൽപ്പാമരാതി തൈലം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ നാൽപ്പാമരാതി കേരം വാങ്ങണം, അതായത് നാൽപ്പാമരാതി കേരം, നാൽപ്പാമരാതി കോക്കനട്ട് ഓയിൽ, അത് നിർബന്ധമായും വാങ്ങണം. കാരണം എന്ന് വെച്ചാൽ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ്, കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഡെലിക്കേറ്റ് ആണ്. പ്രത്യേകിച്ച് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ സ്കിൻ ആകുമ്പോൾ അവർക്ക് ഒന്നും കൂടെ നല്ലത്, അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കേര തൈലം, കോക്കനട്ട് ഓയിൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മള്
ഈ എള്ളെണ്ണയിൽ ഉണ്ടാക്കിയ തൈലം യൂസ് ചെയ്ത് ഉണ്ടാക്കിയത് അത് കുറച്ചും കൂടെ ഉഷ്ണതയാണ്, വീര്യം കുറച്ചും കൂടെ കൂടും. ഓക്കെ, അപ്പൊ അതിനേക്കാളും ഒന്നും കൂടെ എന്താണ് അവരുടെ സ്കിന്നിന് സൂതനിങ്ങും ഒരു മൈൽഡ് ഇഫക്റ്റും നൽകുന്നത് നാൽപ്പാമരാതി കേരാണ്, കോക്കനട്ട് ഓയിലാണ്. അപ്പം എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നാൽപ്പാമരാതി ഇത് തന്നെതാ, നാൽപ്പാമരാതി കാണുന്നുണ്ടോന്ന് അറിയില്ല, നാൽപ്പാമരാതി കേരം യൂസ് ചെയ്യുക. ഇത് കമ്പനിയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ കമ്പനിയുടെ ആണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കമ്പനികൾക്ക് നാൽപ്പാമരാതി തൈലം അഥവാ നാൽപ്പാമരാതി കോക്കനട്ട് ഓയിൽ ഉണ്ട്, പല പല കമ്പനീസിന്. അപ്പൊ നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇനിയിപ്പം നാൽപ്പാമരാതി കേരം ഉപയോഗിക്കുമോ, ഉപയോഗിക്കാതിരിക്കണോ, ഉപയോഗിക്കാൻ പറ്റുമോ, ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ, അങ്ങനെയുള്ള സംശയങ്ങളുടെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ വേറെ കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വസ്ത്രങ്ങൾ വൈറ്റ് ക്ലോത്ത്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഭയങ്കര മഞ്ഞ കളർ വരുന്നുണ്ട്, അത് പിന്നെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ പച്ചമഞ്ഞൾ, കുറുക്കുമാലോങ്ങ, ഹരിദ്ര ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ കളറ് വരുന്നതാണ്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്താണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എന്താണ് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.